മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പോലും പ്രിയൻ ചേട്ടൻ്റെ അടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാസ്മരികത? രണ്ടുപേരോടാണ്. ഒരു ദിവസം ഒരു ഇൻസിഡൻറ്റ് പറയാം. ഏതോ ഒരു സിനിമ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, ശ്രീനിവാസനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ടാക്സിയുടെ അടുത്ത് നിൽക്കുമ്പോൾ അടുത്ത ഷോട്ട് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ ശ്രീനിയുടെ അടുത്ത് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു തർക്കം നടക്കുകയാണ്. അടുത്ത സിനിമ ഇനി ഞാൻ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്ത് എൻ്റെ സിനിമകൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്ക്രിപ്റ്റ് വായിക്കാതെ ഒരാളുടെയും സിനിമ ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് തറപ്പിച്ച് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇത് പറയുന്നു. പൈസ വേണമെങ്കിൽ തിരിച്ചു മേടിച്ചോളൂ, ഞാൻ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഇനി അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ എന്നെയും ശ്രീനിയും കണ്ടു. പിന്നെ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് ഇവർ രണ്ടുപേരും അങ്ങ് വിട്ടേക്ക് എന്ന് ഞങ്ങൾക്ക് തന്നൊരു കോംപ്ലിമെൻ്റ്, ആ കോൺഫിഡൻസ് ആണ്. അത് എത്രത്തോളം അതാണ് ഞാൻ പറയുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ഉത്തരവാദിത്വമാണ് സിനിമ. എൻ്റെയും ലാലിൻ്റെയും സിനിമകൾ കൂടുതലും മോശമായ സിനിമകൾ ഒന്ന് രണ്ടുണ്ട്. നന്നാവാൻ കാരണം മുഴുവൻ ആ പരസ്പരമുള്ള ഒരു കോൺട്രിബ്യൂഷനുണ്ട്, ആ ഉത്തരവാദിത്വ ബോധം. അത് നമ്മളോട് കാണിക്കുന്ന വിശ്വാസം തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ശ്രമമുണ്ടല്ലോ, ആ ശ്രമമാണ് ഏറ്റവും കൂടുതൽ. ആ ശ്രമം എനിക്ക് തോന്നുന്നു ഒപ്പം എന്ന് പറഞ്ഞ സിനിമയിലും ഉണ്ടാവും.